പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ധ്യയിൽ സീനായ് മാമലയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സന്ധ്യയിൽ നമ്മുടെ എല്ലാവരുടെ മേലും വന്ന് നിറയുന്നതിന് ആഗ്രഹിക്കാതായിരിക്കാം. കണ്ണടച്ച് ഈ ഈരടികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം ഇറങ്ങി വാ വേഗം, ആത്മദാഹം തീർക്കുവാന ഇറങ്ങി വാ വേഗം. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. രോഗപീഠങ്ങളിൽ മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തിയുമേകാൻ കർത്താവേ വന്ന് നിറയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രോഗപീഠകളിൽ മാനസവ്യാധികളിൽ പഠിക്കും. രോഗപീഠകളിൽ മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞു ഹല്ലേലൂയ. കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മൾ ഇന്നലെ ചില പ്രാരംഭ ബോധ്യങ്ങൾ, ദൈവവചനം വായിക്കേണ്ടതിൻ്റെ ആവശ്യകത, വായിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട മനോഭാവം, ഇതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ഇന്നലെ ചിന്തിച്ചു. ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവിക ജ്ഞാനം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ എല്ലാവരും കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുന്നത്. നമ്മൾ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുമ്പോഴാണ്. നമുക്കൊരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം. യെശയ്യാ 11:9. കിട്ടുന്നവര് ഉറക്കെ വായിക്കുക. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. അത് മാത്രം ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കെ വായിക്കുക. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഫോണ് വന്നപ്പോൾ ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സഹോദരി പറയുകയാണ്, ജർമ്മനിയിൽ നിന്ന് പഠിക്കാൻ പോയ ഒരു മകളാണ്. അപ്പോൾ ആ മകൾ പറയുകയാണ്, അവളെ ഒരാള് ചതിച്ചതിനെ പറ്റി. ഒരാള് അവളെ ചതിച്ച് അവളുടെ ജീവിതം നശിപ്പിച്ച്. അപ്പോൾ അവള് പറയുകയാണ്, എനിക്ക് ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ചിന്തയുള്ളൂ. കാരണം എന്നെ അയാള് ചതിച്ചു, എനിക്ക് ദ്രോഹം ചെയ്തു. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ പേര് മറ്റുള്ളവരുടെ ദ്രോഹത്തിന് ഇരയായി, മറ്റുള്ളവരുടെ ഉപദ്രവത്തിന് ഇരയായി ചതിക്കപ്പെട്ട് എത്ര തിക്തമായ ഓർമ്മകൾ മനസ്സിൽ കൊണ്ട് നടന്ന് ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ദ്രോഹിച്ച ആളുകളുണ്ട്, മറ്റ് പലരെയും ദ്രോഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ തന്നെ ദ്രോഹിച്ചിട്ടുണ്ട് പലരെയും പലരെയും ദ്രോഹിക്കുന്നതിന് നമ്മൾ ദൃക്സാക്ഷികളാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യന് ഉപദ്രവം ചെയ്യുമ്പോൾ, മനുഷ്യന് മറ്റുള്ളവരുടെ വിഷമം, ദുഃഖം, ഭാരം, ഹൃദയവേദന മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ, ഒരാൾ കടന്നു പോകുന്ന സങ്കടത്തിന്റെ ആഴം തിരിച്ചറിയാനാകാത്ത വിധം സ്വാർത്ഥത അത്രമാത്രം ഒരാളുടെ ഉള്ളിൽ വളരുമ്പോൾ, ചിലപ്പോൾ വീടിനകത്ത് തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങള് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നത്. എന്നോട് ഒരു ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞിട്ട് കഷ്ടിച്ചൊരാഴ്ചയാവുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ചിരിച്ചോണ്ട് പറയുകയാണ്, രണ്ട് ധ്രുവങ്ങളിലാണ്, രണ്ട് പോളിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരാള് ഒരു ധ്രുവത്തിലാണെങ്കിൽ ഒരാൾ വേറൊരു ധ്രുവത്തിലാണ്. എന്ന് പറഞ്ഞാൽ മനസ്സ് തമ്മിൽ അകന്നു കഴിയുകയാണ്, ദ്രോഹം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പലർക്കും ദ്രോഹം ചെയ്ത് ഉപദ്രവം ചെയ്ത് ജീവിക്കുമ്പോൾ ഒരാൾ കടന്നു പോകുന്ന വിഷമത്തെക്കുറിച്ച് ആരും ചിന്തിക്കാതെ വരുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു കുടുംബത്തിന് നടക്കാൻ വഴിയില്ല, പക്ഷെ ആ വഴി കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ കുടുംബത്തിനുണ്ടാവുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, ചതിക്കുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വഞ്ചിക്കുമ്പോൾ, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരപ്പൻ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വിഷമം മനസ്സിലാക്കാതെ വരുമ്പോൾ, തമ്മിലടിക്കുന്ന ഭാര്യാഭർത്താക്കന്മാര്, കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആന്തരിക സമ്മർദ്ദത്തിന്റെ ആധിക്യമോ ആഴമോ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ എന്താണ്
ഈ ഭൂമിയിൽ ഇങ്ങനെ ദ്രോഹം പെരുകുമ്പോൾ വചനം പറയുകയാണ്, ഇതൊരു വാഗ്ദാനമാണിത്. ഇതൊരു വാഗ്ദാനമാണ്. യെശയ്യാ 11:9 പറയുന്നത് ഒരു വാഗ്ദാനമാണ്. എൻ്റെ വിശുദ്ധഗിരിയിൽ ആർക്കും ദ്രോഹമോ നാശമോ ചെയ്യത്തില്ല. പ്രോമിസാണ്. ആരും ആമേൻ പറയുന്ന കേട്ടില്ല. ആർക്കും വേണ്ട ഇത്. അതായത് ഇതൊരു വാഗ്ദാനമാണ്. ബൈബിളിലെ 8500 വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമാണിത്. എൻ്റെ വിശുദ്ധഗിരിയിൽ ആർക്കും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. ഒരു ഞരക്കമുണ്ട്. ആരും ദ്രോഹമോ നാശമോ എൻ്റെ വിശുദ്ധഗിരിയിൽ ചെയ്യത്തില്ല. എന്നിട്ട് അവിടെ പറയാണ്, അങ്ങനെ എന്താ ചെയ്യാത്ത പറ. എന്താ ചെയ്യാത്ത? ദ്രോഹം ചെയ്യാത്തതിനൊരു കാരണമുണ്ട്. എന്തെന്നറിയാമോ? സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അതുകൊണ്ടാണ് ചെയ്യാത്ത. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അതുകൊണ്ടാണ് ചെയ്യാത്ത. അതാ ചെയ്യാത്ത. ദ്രോഹം ചെയ്യില്ല, നാശം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല. കാരണം ഒരു ജ്ഞാനം അകത്ത് വന്നിട്ടുണ്ട്. എന്ത് ജ്ഞാനമാണത്? അത് അപ്പസ്തലന്മാര് പറഞ്ഞു, അതൊരു ലൗകിക വിജ്ഞാനം അല്ല. ലൗകിക വിജ്ഞാനം 1 കൊരിന്തോസ് 2 അപ്പസ്തലന്മാര് പറയും, അത് ഈ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം ഈ ഭൂമിയിലെ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കുന്ന ലൗകിക ജ്ഞാനമല്ല. 6-ാമത്തെ വാക്യം 1 കൊരിന്തോസ് 2:6. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. കേട്ടോ, ഈ ജ്ഞാനം പടിപടിയായിട്ട് മനസ്സിലാക്കി വരണം എൻ്റെ കൂടെ. അതായത് മനുഷ്യന് ദ്രോഹം ചെയ്യില്ല. എന്താ ദ്രോഹം ചെയ്യാത്ത? പറഞ്ഞില്ല. അത് കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് ഒരാളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ദ്രോഹം ചെയ്യാത്തത്. അയാൾക്കറിയാം, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദ്രോഹം അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ ചെയ്യാതിരിക്കാനുള്ള കൃപയുണ്ട്. അല്ലെ ഈ ജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത്. എന്ത് ജ്ഞാനമാണത്? അത് ഈ ലോകം വിളമ്പുന്ന ഒരു ജ്ഞാനമല്ലത്. അപ്പൊ പറയാണ്, അത് ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവും അല്ല. പിന്നെന്ത് വിജ്ഞാനമാണത്? 7-ാമത്തെ വാക്യം, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒന്ന് ഉറക്കെ വായിക്കാമോ? രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോ ഈ ജ്ഞാനം, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം, ആ ജ്ഞാനം രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അടുത്ത വാക്യം, ഈ ജ്ഞാനം വായിക്ക്, നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചു തന്നതാണ്. ഈ ജ്ഞാനം പെട്ടെന്നുണ്ടായതല്ല, ഇത് പൂർവകാലങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്. യുഗങ്ങൾക്ക് മുമ്പേ ദൈവം നിശ്ചയിച്ചു തന്നതാണ്. എന്തിനാണ് ഈ ജ്ഞാനം? ഇത് നമ്മുടെ അതിനകത്തുണ്ട്, നമ്മുടെ മഹത്വത്തിനായി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മഹത്വത്തിനായി. ഈ വാക്കുകളൊന്നും നിങ്ങൾ മറക്കരുത്. ജ്ഞാനം, വെളിപ്പെടുത്തിയത്, മഹത്വം, ഇതെല്ലാം തന്നെ പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ദൈവം നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തി തന്ന ദൈവിക ജ്ഞാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇനി ഈ ജ്ഞാനം നമുക്ക് നല്ലതാണ്. ഇത്
നമുക്ക് നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് ഈ ജ്ഞാനം. സുഭാഷിതങ്ങളുടെ പുസ്തകം, സുഭാഷിതങ്ങൾ അധ്യായം 23 വാക്യം 18. സുഭാഷിതങ്ങൾ 23:18 നിങ്ങൾ എടുത്ത് വായിച്ച് എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. എടുത്ത് വായിക്കണം, അല്ലെങ്കിൽ മടുക്കും കേട്ടോ. സുഭാഷിതങ്ങൾ 23:18 വായിക്കാമോ? തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല. അതൊന്നുറക്കെ പറഞ്ഞേ, നല്ല വാക്യമല്ലേ? പറ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഇങ്ങനെ പറഞ്ഞേ, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല. അങ്ങനെ പറയാമോ? തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ആമേൻ കേട്ടില്ല? വേണ്ട ഇതൊന്നും. തീർച്ചയായും എനിക്കൊരു നല്ല ഭാവിയുണ്ട്, നല്ല ഭാവി, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല. ഓക്കെ, ആമേൻ. അപ്പോ ഇനി 24-ാം അധ്യായത്തിൽ എങ്ങനെയാണ് നല്ല ഭാവി കിട്ടുന്നത് എന്ന് പറയുന്നത്. 23 പറയുകയാണ്, തീർച്ചയായും നമുക്കൊരു ഭാവിയുണ്ട്, നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടില്ല. 24-ാം അധ്യായത്തിൽ അതെങ്ങനെയാണെന്ന് പറയുകയാണ്. അത് 13-ാമത്തെ വാക്യം മുതലാണ്. വായിക്കാം. സുഭാഷിതങ്ങൾ 23:13 വായിക്കാം. മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. എന്നിട്ട് വായിക്കാമോ? മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻതുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്, നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. ശ്രദ്ധിച്ചേ, തേൻ കുടിക്കുക ശരീരത്തിന് അത് നല്ലതാണ്, അതുപോലെ ആത്മാവിന് എന്ത് നല്ലതാണ്? പറ. ജ്ഞാനം. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, അത് നേടിയാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും, നിന്റെ പ്രതീക്ഷയ്ക്ക്. 23 പറഞ്ഞ എന്താ? തീർച്ചയായും നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക്. അതെങ്ങനെയാണെന്ന് 24 പറയുകയാണ്. മകനെ, തേൻ കുടിക്കുക, അത് നിന്റെ ശരീരത്തിന് നല്ലതാണ്, നിന്റെ നാവിന് ആസ്വാദ്യമാണ്, നിന്റെ ആത്മാവിന് അതുപോലെയാണ് ജ്ഞാനവും. ആ ജ്ഞാനം നേടിയാൽ പറ, നിനക്ക് നല്ല ഭാവി ഉണ്ടാവും, നിന്റെ പ്രതീക്ഷയ്ക്ക്. അതാണ്. അതുകൊണ്ടാണ് ഈ ജ്ഞാനം നമുക്ക് ജീവിതത്തിന് എല്ലാ മേഖലയിലും നന്മ കൊണ്ടുവന്ന് തരും. നമ്മുടെ ജീവിതം സുസ്ഥിരമായി അനുഗ്രഹപ്രദമായി ദൈവം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ കഴിയും. അതിനെന്ത് വേണം? എന്താ വേണ്ടേ? ജ്ഞാനം. പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഈ ജ്ഞാനം, ഇങ്ങനെയുള്ള ഈ ജ്ഞാനം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം എടുക്കുക. എങ്ങനെയാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്? പല വഴികൾ പറയുന്നുണ്ട്. നമുക്കൊരു 2 കാര്യങ്ങൾ കാണാം. ജ്ഞാനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ജ്ഞാനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ജ്ഞാനം 6:11 ഉറക്കെ വായിക്കാമോ? എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോ ജ്ഞാനം കിട്ടാൻ ഒരു വഴി, 1-ാമത്തെ വഴി എന്താ? വഴി എന്താ? വഴി എന്റെ കർത്താവിന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, അവയോട് ചെറിയ ഒരു താല്പര്യം പോരാ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുക. എന്ത് കിട്ടും? ജ്ഞാനം കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുക, അവയോട്. ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. യാക്കോബ് അധ്യായം 1 വാക്യം 5 വായിക്കാമോ? നിങ്ങളിൽ, യാക്കോബ് 1:5 വായിക്കാം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ചിലപ്പോ കിട്ടുമെന്നാണോ? അല്ല, ലഭിക്കും എന്നാണ്. കാറ്റഗോറിക്കലായിട്ട് പറയാണ്, കിട്ടുമെന്നാണ്. അപ്പോ ജ്ഞാനം കിട്ടാൻ ആദ്യത്തെ വഴി എന്താണ്? ആദ്യത്തെ വഴി
വചനത്തോട് അഭിനിവേശം കാണിക്കുക. രണ്ടാമത്തെ വഴി ദൈവത്തോട് ചോദിക്കുക. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും വായിക്കാമോ? ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അപ്പോ രണ്ടാമത്തെ മാർഗം കർത്താവിനോട് ചോദിക്കുക എന്നതാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം. സോളമൻ അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചത് എങ്ങനെയാണെന്ന് നമ്മളോട് വിവരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു സാധാരണക്കാരനാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ നിർത്തി ഉച്ചത്തിൽ വായിക്കുക. എല്ലാവരെയും പോലെ മർത്യനാണ്, മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി, മാതൃഗർഭത്തിൽ ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ ജീവൻ ലഭിച്ചു. 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ എന്റെ ആദ്യ ശബ്ദം പിള്ളക്കച്ചയിൽ. 7-ാമത്തെ വാക്യം അദ്ദേഹം ആദ്യത്തെ വാക്യം 4 വാക്യം പറയാണ്, ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, എന്നാൽ എനിക്ക് ജ്ഞാനം കിട്ടി. എങ്ങനെ? 7-ാമത്തെ വാക്യം, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഒന്നാമത്തെ കാര്യം, ജ്ഞാനം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി ദൈവവചനത്തോട് താല്പര്യം കാണിക്കുക. രണ്ടാമത്തെ വഴി ദൈവത്തോട് ചോദിക്കുക. അദ്ദേഹം പറയാണ്, എനിക്ക് ജ്ഞാനം കിട്ടി. എങ്ങനെ കിട്ടിയത്? ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യനായതുകൊണ്ടല്ല, മറിച്ച് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു. ഇപ്പോ പറയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത് പറയുന്നത് എന്തെന്നറിയാമോ? മൂന്നാമത് അദ്ദേഹം പറയാണ്, ചെങ്കോലിലും വായിക്കാമോ, സിംഹാസനത്തിലും അധികം അവളെ ഞാൻ, അതാണ് അടുത്ത്, വിലമതിച്ചു. ജ്ഞാനത്തെ വിലമതിച്ചു, അതിനെ വിലയുള്ളതായിട്ട് കണ്ടു, അതിനെ നിസാരമായിട്ട് കണ്ടില്ല. അതിന്റെ വിശദീകരണം താഴോട്ട് പറയുന്നത്, അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണെന്ന് പണത്തെക്കാളും വിലമതിച്ചു. എന്തിനെ? ജ്ഞാനത്തെ വിലമതിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധനത്തെക്കാളധികം ധനം അവളോട് തുലനം ചെയ്യുമ്പോൾ നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി. ഇനി 10-ാമത്തെ വാക്യം, പണത്തെക്കാളും മാത്രമല്ല, വേറെന്തിനേക്കാളും, ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ഞാൻ ജ്ഞാനത്തെ സ്നേഹിച്ചു. 11-ാമത്തെ വാക്യം, അപ്പൊ എന്ത് ചെയ്തു? അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ സോളമൻ പറയാണ്, ഈ ദൈവത്തിന്റെ ജ്ഞാനം, ഞാൻ പറഞ്ഞു വന്ന വഴികൾ നിങ്ങൾ ഓർക്കണം. എന്റെ വിശുദ്ധഗിരിയിൽ ആരും ആർക്കും ദ്രോഹമോ നാശമോ ചെയ്യില്ല. എന്താ ചെയ്യാത്ത? സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിന്റെ ജ്ഞാനം കൊണ്ട്, ജ്ഞാനം കൊണ്ട് നിറയുന്നിടത്താണ് ദ്രോഹം, കലഹം, കലാപം, ഭിന്നത, വൈരം, വെറുപ്പ് ഇതെല്ലാം ഇല്ലാതാവുന്നത് ഈ ജ്ഞാനം നിറയുന്ന ഇടങ്ങളിലാണ്. അപ്പൊ അത്രമാത്രം ദൈവമക്കള് ജ്ഞാനത്തെ വിലമതിക്കണം. ഈ ജ്ഞാനം നമ്മൾ 1 കൊരിന്തോസ് 2 കണ്ടു. ഇത് ലൗകിക വിജ്ഞാനമല്ല, ലോകം വിളമ്പുന്ന ഒരു വിജ്ഞാനമല്ല. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രഹസ്യവും നിഗൂഢവുമായ പൂരിപ്പിക്കുക ദൈവിക ജ്ഞാനമാണ് അപ്പസ്തോലന്മാര് പ്രസംഗിച്ചത്. അപ്പോ ഈ ജ്ഞാനം നേടാൻ എന്താ വഴി? ദൈവ വചനത്തിൽ തീവ്രമായ അഭിനിവേശം കാണിക്കുക. രണ്ടാമത്തേത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. മൂന്നാമത്തേത് വിലമതിക്കുക. ജ്ഞാനത്തെ ധനത്തെക്കാളും, എന്തിനേക്കാളുമാണ് വിലമതിച്ചത് സോളമൻ? ധനത്തെക്കാളും ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ജ്ഞാനത്തെ വിലമതിച്ചു. എന്നൊക്കെ പറയാവോ? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് കർത്താവിന്റെ വചനത്തിൽ ആഴപ്പെടണം എന്ന് നമ്മളെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം നമ്മൾ ഈ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ മക്കളായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ആഗ്രഹത്തോടെ കർത്താവിന്റെ വചനത്തിലേക്ക് അടുത്ത് വരണം. അവിടെ നമുക്ക് വിലമതിക്കാനാവാത്ത വലിയ ഒരു ആത്മീയ സമ്പത്ത് നമ്മുടെ ജീവിതത്തിന് ദൈവം ഈ ആത്മീയ ജ്ഞാനത്തിലൂടെ തരും. തുറക്കപ്പെടുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മളെ വലിയ അമൂല്യമായ ഒരു വലിയ നിധിശേഖരത്തിലേക്ക് നയിക്കും. ആത്മാവിന്റെ വലിയൊരു വളർച്ച ഉണ്ടാവും. അവിടെ ഈ കൊച്ചു 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 ഇൻട്രസ്റ്റുകളെല്ലാം ഇല്ലാതാവും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മനുഷ്യൻ വഴക്കടിക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ വിലമതിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് വളരും, നമ്മൾ വലുതാവും, നമുക്ക് കുറച്ചുകൂടെ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് അതിശക്തമായ ഒരു ശ്രദ്ധ ദൈവവചനത്തിൽ നമ്മൾ എല്ലാവരും, അതിന് ഒരു വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും വചനത്തിൽ ശ്രദ്ധ വെക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മോശ മരിക്കുന്നതിന് മുമ്പ് തന്റെ തലമുറയോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്യം നമുക്കൊന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 45, 46, 47. നിയമാവർത്തനം 32 വാക്യം 45, 46, 47 വായിക്കാമോ? ഇങ്ങനെ ഉറക്ക വായിക്കണം, നല്ലപോലെ വായിക്കുന്നുണ്ട്, ഉറക്ക വായിച്ചോ. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എവിടാണ് വചനം എഴുതപ്പെടേണ്ടത്? പുസ്തകത്തിലല്ല, പിന്നെ എവിടാ? ഹൃദയത്തിൽ. ഹൃദയത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയത്തിൽ ഹൃദയത്തിൽ. അങ്ങനെ വചന ഹൃദയത്തിൽ എഴുതപ്പെടും. എനിക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവത്തിന് ഞാൻ സാക്ഷിയായി. അതെന്താന്ന് വെച്ചാല്, ഈ ഒരു കുടുംബം, അവര് ഇപ്പോ UK-യിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ കുടുംബത്തില് മാതാപിതാക്കള് ചെറുപ്പം മുതലേ ദൈവഭക്തിയിൽ വളർന്നവരായിരുന്നു. എന്ന് വെച്ചാൽ അവര് ഈ യൂത്ത് ആയിരുന്ന സമയത്തൊക്കെ ജീസസ് യൂത്താണ്. പിന്നെ കല്യാണത്തിന് മുമ്പ് കുടുംബജീവിതത്തിന് വേണ്ടി അവരെന്നോട് പറഞ്ഞാണ്, അവരൊത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി കുടുംബജീവിതത്തിന് വേണ്ടി. എന്നിട്ടാണ് കല്യാണം കഴിച്ചത്. രണ്ടുപേരും ദൈവാഭിമുഖ്യമുള്ള ചെറുപ്പക്കാരാണ്. കല്യാണം കഴിഞ്ഞ് 5 വർഷത്തോളം കുട്ടികളുണ്ടായില്ല. 5-ാമത്തെ വർഷം ആദ്യത്തെ കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 2 ചെവിയില്ല, മൂക്കില്ല, വായില്ല. ഇതാണ് ആ കുട്ടിയുടെ അവസ്ഥ. അതായത് നോക്കിയാൽ അറപ്പ് തോന്നുന്ന ഒരു വികൃത രൂപം. മാതാപിതാക്കന്മാര് ഇത് കണ്ടിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞില്ല, മടുത്തില്ല, അവർക്ക് വിഷമമുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് UK-യിലേക്ക് പോകാൻ ഒരു വഴി ദൈവം തുറന്നു. അങ്ങനെ അവര് കേരളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ ഈ കുട്ടിയെ ചികിത്സിക്കാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാധ്യതകൾ കിട്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 12ഓളം ഓപ്പറേഷൻസ് ഈ കുട്ടിയിൽ അവർ നടത്തി. അങ്ങനെ നടത്തിയിട്ട് ഈ ചെവി കേൾക്കാൻ വേണ്ടി ഒരു ചെറിയ യന്ത്രം ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ ചർമ്മം ഒക്കെ എടുത്ത് വെച്ച് പിടിപ്പിച്ച് ഒരു തരത്തിൽ ഒരു രൂപമാക്കി എടുത്തു. പക്ഷെ കുട്ടി ഹൈപ്പർ ആക്റ്റീവാണ്. സെൻസ് ഓഫ് ഡേഞ്ചർ ഇല്ല. എന്ന് പറഞ്ഞാല് മോട്ടോർ ഹൈവേയിലേക്ക്, നാഷണൽ ഹൈവേയിലേക്ക് ചെറിപ്പാഞ്ഞ് വായുവേഗത്തിൽ വാഹനങ്ങൾ ചെറിപ്പായുന്ന ഈ തിരക്കിട്ട പാതയിലേക്ക് ഈ കുട്ടി ഇറങ്ങി ഓടിപ്പോകും. ഒന്നാമത് ചെവി കേൾക്കത്തില്ല.
ഈ വണ്ടി വന്ന് ഇടിച്ച് മരിക്കും, കൊല്ലപ്പെടും എന്ന ആ അപകട ബോധം, ആ സെൻസ് ഓഫ് ഡേഞ്ചർ അതില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ 1-to-1 കെയർ കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഈ പേരൻസ് ജീവിക്കാം. അത് കഴിയുമ്പോൾ കുറെ കാലം കഴിഞ്ഞ് അടുത്ത കുട്ടി ജനിച്ചു. കാഴ്ചയിൽ യാതൊരു കുഴപ്പമില്ല. കുറച്ച് വളർന്നപ്പോഴാണ് മനസ്സിലായത് കുട്ടി അക്യൂട്ട് ഓട്ടിസ്റ്റിക് ആണ്, ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടി അപ്പൊ ഏതാണ്ട് ഒരു എന്നോട് പറഞ്ഞത് അവര് ഒരു 10 വർഷത്തോളം ഈ വീടിനകത്ത് പുറത്തു പോകാൻ പറ്റാതെ, കാരണം ഈ കുട്ടികളെ കൊണ്ട് പുറത്തെങ്ങനെ പോണേ, അങ്ങനെ ഇവരിങ്ങനെ കഴിഞ്ഞു. ഓരോ കുട്ടിക്കും 1-to-1 കെയർ വേണം. മുഴുവൻ സമയം കുട്ടികളുടെ കൂടെ ആള് വേണം. സ്കൂളിൽ വിടുമ്പോൾ അതിനുവേണ്ടി ആളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഈ അസിസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് മാതാപിതാക്കന്മാര് നിരാശപ്പെട്ടില്ല, പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല, തോറ്റു പിന്മാറിയില്ല, മടുത്തു മാറിപ്പോയില്ല. പകരം അവര് എല്ലാ ദിവസവും കുഞ്ഞുങ്ങള് ഒരു തരത്തില് നിർബന്ധിച്ച് അവരെ കിടത്തി ഉറക്കിയിട്ട് ഈ അപ്പനും അമ്മയും കൈകൾ കോർത്ത് പിടിച്ച് 25 ദൈവവചനം എല്ലാ ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മാതാപിതാക്കന്മാർ ഇങ്ങനെ കർത്താവിനോട് കണ്ണുനീരോടെ പറയുമായിരുന്നു, ഞങ്ങളുടെ 2 മക്കളെയും കർത്താവെ സുഖപ്പെടുത്തി കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണമേ. ഇതാണ് പ്രാർത്ഥന. അപ്പനമ്മയുടെ പ്രാർത്ഥന. 25 ദൈവവചനം ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞിട്ട് അവരതിന്റെ ഒടുവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2ഉം മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിതത്തിൽ അതിജീവനം സാധ്യമല്ലാത്ത മക്കളാണ്. ഈ മക്കളെ കർത്താവെ നിന്റെ കയ്യിൽ ഞങ്ങൾ തരികയാണ്. ഈ മക്കളെ സുഖപ്പെടുത്തിയിട്ട് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വന്നു. മൂവാറ്റുപുഴ കൺവെൻഷന് ആ കുടുംബം വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിലെ മൂത്ത കുട്ടിയുടെ 25ാമത്തെ ജന്മദിനം ആ കൺവെൻഷന്റെ അവിടെ വെച്ചിട്ട്, ആ അരമന വെച്ചിട്ടാണ്, പിതാവൊക്കെ ആ സമയത്താണ് ആഘോഷിച്ചത്. ആ കുട്ടി, മൂത്ത കുട്ടി തോമസ്, ഞാൻ റുവാണ്ടയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇരുന്ന് മുഴുവൻ സമയവും നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഇന്റർസെഷൻ ചാപ്പലിൽ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് ഈ തോമസ് ആണ്, ഈ ആദ്യത്തെ കുട്ടി. അവന് പോളണ്ടിൽ വെച്ച് വേൾഡ് യൂത്തിന് നടക്കുമ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഈ കുട്ടി ദൈവത്തിന്റെ ആത്മാവ് തൊട്ട് സുഖപ്പെടുത്തിയപ്പോൾ അവൻ ഒറ്റയ്ക്ക്, വേറെ ആരുടെ സഹായമില്ലാതെ അവൻ പോളണ്ടിലെത്തി. അത്രയും ദിവസങ്ങൾ വേൾഡ് യൂത്ത് ഡേയുടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ട് അവൻ തിരിച്ചു വന്നു. ഇന്നവൻ ലോകത്തിലേതാണ്ട്, അവൻ എന്നോട് പറഞ്ഞ കണക്കനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് 25 രാജ്യങ്ങളിൽ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ ഈ മൂത്ത മകനെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു. അടുത്തത് രണ്ടാമത്തെ കുട്ടിയുടെ പേര് ജോഷുവ എന്നാണ്. ജോഷുവ അക്യൂട്ട് ഓട്ടിസ്റ്റിക്. മലയാളം ഒരക്ഷരം പോലും പഠിച്ചിട്ടില്ല. വീട്ടിൽ ഇവര് മലയാളം സംസാരിക്കില്ല, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഇവര് 2 പേരും നോൺ വെർബലാണ്. മനസ്സിലായോ? ഇപ്പോഴും മൂത്ത ആദ്യത്തെ കുട്ടി പറയുന്നത് നമുക്ക് നല്ലപോലെ ശ്രദ്ധിച്ചാലേ തിരിയത്തുള്ളൂ. അപ്പൊ ആ രണ്ടാമത്തെ കുട്ടി ഒട്ടും സംസാരിക്കില്ല. അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ അത്യാവശ്യം അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ പ്രതികരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. മലയാളം ഇവൻ ഒട്ടും അറിയാൻ പാടില്ല. പക്ഷെ ദൈവവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ മാതാപിതാക്കന്മാരുടെ ഈ കുഞ്ഞ് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു വിട്ടു. ജോഷുവ സ്കൂളിലിരുന്ന് ക്ലാസ്സിലിരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ അമ്മ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എഴുതിയത് എന്താന്ന് ഒന്ന് കാണിച്ച് കൊടുത്തു വിടാമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ടീച്ചർ അത് കൊടുത്തു വിട്ടു. ഈ അമ്മ അത് വായിച്ച് ഞെട്ടിപ്പോയി. ഈ കുട്ടി മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, എന്റെ അൽഫോൻസാമ്മയെ. മലയാളം പഠിപ്പിച്ചിട്ടില്ല. നല്ല വെടിപ്പുള്ള അക്ഷരങ്ങളിൽ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എന്റെ അൽഫോൻസാമ്മയെ. ഇന്ന് നിങ്ങൾ ഈ കുട്ടിയെ കണ്ടാൽ, ഈ ജോഷുവയെ കണ്ടാൽ, അവന്റെ കയ്യിൽ
ഈ ഇടത്തെ കയ്യിൽ ഒരു ബൈബിൾ എപ്പോഴും ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കും, എപ്പോഴും, ഓൾ ദ ടൈം, ഉറങ്ങുന്ന സമയം വരെ. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, അല്ലാതില്ല, എപ്പോഴും ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ തുറന്നു. ഈ വലിയ ബൈബിളല്ല, ചെറിയ ബൈബിൾ ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുക, എപ്പോഴും തുറന്നു പിടിച്ചിരിക്കാം. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള മുഴുവൻ വചനങ്ങളും നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇവന് മലയാളത്തിലും ഇംഗ്ലീഷിലും കാണാതെ ഇവന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. ഇവന്റെ അകത്ത് എങ്ങനെ നമുക്കത് മനസ്സിലാകുന്നറിയാം? നമ്മൾ ചെന്നിട്ട് ജോഷുവ ഒരു വചനം തരാമോ ചോദിച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി തരും. ആ വചനങ്ങൾ ചുമ്മാ എഴുതുന്നല്ല, ഈ എഴുതുന്ന വചനം അവൻ അറിയാം. 10 പേര് പോയാൽ 10 പേർക്ക് എഴുതുന്നത് വ്യത്യസ്തങ്ങളായ വചനങ്ങളാണ്. അത് മുഴുവനും കാണാതറിയാം. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇതിന്റെ മെക്കാനിസം നടക്കുന്നത്. ഇത് വചനം മുഴുവൻ അവന്റെ അകത്ത് കാണാപ്പാടമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആഫ്രിക്കക്കാര് ഇവന്റെ മുമ്പിൽ ദൈവവചനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് സായിപ്പന്മാർ ഇവന്റെ മുമ്പിൽ ദൈവവചനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടി, നാട്, വീട്, കുലം, കുടുംബം, ഗോത്രം എഴുതി തള്ളിയവര് ദൈവത്തിന്റെ ആത്മാവെടുത്ത് ഉപയോഗിക്കുകയാണ്. എല്ലാം സംഭവിച്ചത്, നിങ്ങളെ കുടുംബത്തോട് ചോദിച്ചു നോക്കിയാൽ അവര് പറയും, എല്ലാം സംഭവിച്ചത് കർത്താവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ. ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛാ 10-15 കൊല്ലം ഈ മക്കളെയും കൊണ്ട് നാണക്കേട് കൊണ്ട് പുറത്തിറക്കാൻ പറ്റാതെ വീടിനകത്ത് അടച്ചിട്ടിരുന്ന ഞങ്ങൾക്ക് ഇന്ന് വീടിനകത്ത് കയറാൻ സമയമില്ല. ദൈവം ലോകരാജ്യങ്ങളിലൂടെ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി എന്നെയും എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പല രാജ്യങ്ങളിൽ വെച്ച് ഞാൻ അവരെ കാണാറുണ്ട്. പല രാജ്യങ്ങളിൽ ഇവരവിടെയെല്ലാം കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യവുമായിട്ട് എത്തുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് പറയുകയാണ്, ഇത് എവിടെയാണ് വചനം എഴുതപ്പെടേണ്ടത്? എവിടാ? തലയിലല്ല, പിന്നെ എവിടാ? ഹൃദയത്തിൽ. വായിക്കാം 32 മോശയോട് പറയുകയാണ്, മോശ പറയുകയാണ്, നിയമാവർത്തനം 32:46, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കേ, ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. നിങ്ങൾ ഇങ്ങനെ ഒരു കാലം മനസ്സിൽ കണ്ടേ? നാളെ ഒരു കാലത്ത് നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു അധികാരി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണെന്ന് വെച്ചോ, ഈ പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. ചുമ്മാ വെറുതെ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ ചിന്തിച്ചോ, ഈ ഗ്രന്ഥം പ്രിന്റ് ചെയ്യാനോ അച്ചടിക്കാനോ വിതരണം ചെയ്യാനോ കൈവശം വെക്കാനോ വായിക്കാനോ വിനിമയം ചെയ്യാനോ ഈ നാട്ടിൽ അധികാരമില്ല, ഇത് വിലക്കിയിരിക്കുന്നു എന്ന് ഇന്ത്യയിൽ ഒരു ഭരണാധികാരി നാളെ വിലക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, നാളെ നിങ്ങളെ താല്പര്യമില്ലാത്ത മനുഷ്യർ ഒരുമിച്ച് കൂടി ബലമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഗ്രാബ് ചെയ്തെടുത്ത് തെരുവുകളിൽ കൂന കൂട്ടിയിട്ട് കത്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ ഈ നാട്ടിൽ ഈ പുസ്തകം ബാൻ ചെയ്യപ്പെട്ടാൽ, നാളെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തെ കവർന്നെടുത്ത ഒരു കാപാലിക കൂട്ടം അത് തെരുവിലിട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ നാളെ ഈ സമൂഹം എങ്ങനെ അതിജീവിക്കും? എങ്ങനെ അതിജീവിക്കുന്നറിയാമോ? ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്, പ്രാർത്ഥിക്കുന്നത് വചനമാണ്. 2, നമ്മള് പുസ്തകത്തിൽ എഴുതിയ വചനത്തിലല്ല ആശ്രയിക്കുന്നത്, ചങ്കിൽ എഴുതിയ വചനത്തിലാണ് ആശ്രയിക്കുന്നത്. പുസ്തകത്തിൽ ഇരിക്കേണ്ടതല്ലിത്, ഹൃദയത്തിനകത്ത് വെക്കേണ്ടതാണിത്. അതുകൊണ്ട് പറയുകയാണ്, ഇത് താഴെ വെക്കാതെ വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. താഴെ വെക്കാതെ വായിക്കണം. അത് വായിക്കാൻ സമയം കണ്ടെത്തണം. അങ്ങനെ സമയം കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ഈ വചനം എഴുതപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൂക്കാ 12:12, നാടുവാഴികളുടെ മുമ്പിൽ അധികാരികളുടെ മുമ്പിലൊക്കെ നിർത്തപ്പെടുമ്പോ എന്നെടുത്ത് വായിച്ച്. ലൂക്കാ 12:12 ഒരു വാഗ്ദാനമുണ്ട്. വായിച്ച് ലൂക്കാ 12:12, പെട്ടെന്ന് വായിക്കാം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ്. ലൂക്കാ 12:11 മുതൽ വായിക്കേ. 11 മുതൽ സിനഗോഗുകളിലും അധികാരികളുടെ ഭരണാധിപന്മാരുടെ മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകരുത്.
എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആ സമയത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ കേട്ടില്ല. ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. അതായത് എപ്പോഴും ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൽ നിന്ന് ആ സമയത്ത് സംസാരിക്കാൻ തരികയല്ല. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ഉള്ളിൽ കിടക്കുന്ന വചനം ആത്മാവ് എടുത്ത് തരുന്നതാണ്. ഈ തക്ക സമയത്ത് പറയേണ്ടത് വരണമെങ്കിൽ കിട്ടുന്ന സമയത്തെല്ലാം വായിച്ചുകൊണ്ടിരിക്കണം. തക്ക സമയത്ത്, അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് വരില്ലത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടവയിൽ നിന്ന്, അങ്ങനെ ഈശോ ഉപയോഗിക്കുന്ന പ്രയോഗം അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് തരുന്നതല്ല. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടവയിൽ നിന്ന്, അതിൽ നിന്നാ തരുന്നത്, അതിൽ നിന്നാണ് എടുത്ത് തരുന്നത്. കേട്ടതിൽ നിന്നാണ്, നിങ്ങൾ വായിച്ചതിൽ നിന്നാണ്, നിങ്ങൾ പഠിച്ചതിൽ നിന്നാണ്, നിങ്ങൾ ഗ്രഹിച്ചതിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എടുത്തു തരാൻ പോകുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് മനുഷ്യന്റെയും അതിജീവനത്തിന് ചിലപ്പോ ഒരു വാക്ക് മതി അയാൾ കയറിപ്പോരും. ഒറ്റ വാക്ക് മതി അയാൾ കയറിപ്പോരും. മരിക്കാൻ നിൽക്കുന്ന ഒരാൾ, അല്ലെ ആത്മഹത്യ മാത്രം ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒറ്റ വാക്ക് മതി ചിലപ്പോ കയറിപ്പോരും. ഒറ്റ വാക്ക്. എത്രയോ പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എത്രയോ പേര് നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ അന്നത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സമാധാനമായത്. എത്ര പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഒരു വാക്കാണ് ഒരു മൊമെന്റ്, ക്രിട്ടിക്കൽ മൊമെന്റിൽ ഒരാളെ അയാൾ കിടക്കുന്ന കുഴിയിൽ നിന്ന് കയറി വരാൻ സഹായിക്കുന്നത് ഒരു വാക്കാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ആ വാക്ക് ആ സമയത്ത് വരണം. എന്തെങ്കിലും വന്നാൽ പോരാ. ഒരുത്തനെ സുഖപ്പെടുത്തുന്ന, പടുത്തുയർത്തുന്ന, വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, അവന് നന്മയും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന, അവന്റെ ആത്മാവിനെ ഉണർത്തുന്ന, അവന് പാപബോധം കൊടുക്കുന്ന, അവനെ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്ക് ഈ അന്തരീക്ഷത്തിൽ ഉണർത്തപ്പെടണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. പടുത്തുയർത്തുന്ന വാക്കുകൾ ഈ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു വരണം. ഓരോരുത്തരും അങ്ങനത്തെ വാക്ക് പറയണം. അങ്ങനത്തെ ഒരു അഭിഷേകം നമ്മുടെ നാവിൽ നിന്ന് വരണം. എല്ലാവരുടെ ഉള്ളിൽ നിന്ന് വരണം. അത് വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു വാക്ക് പറയാൻ നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടുത്തെ വാക്കുകൾ കൊണ്ട് ഹൃദയം നിറയ്ക്കണം. അപ്പോഴാണ് തക്ക സമയത്ത് വേണ്ട ഒരു വാക്ക് ദൈവത്തിന്റെ ആത്മാവ് തരുന്നത്. ഒരു വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നല്ല ചിന്ത മനസ്സിൽ വന്നാൽ മതി, ഒരു ധൈര്യം, ശക്തി, അത് മറികടക്കാൻ സഹായിക്കാൻ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് നിയമാവർത്തനം 32 അവിടേക്ക് തിരിച്ചു വാ. നിയമാവർത്തനം 32 പറയുകയാണ്, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വാക്യം 47 വായിക്കാമോ? വാക്യം 47. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല. അതൊന്നൊക്കെ പറഞ്ഞേ, എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യം അല്ല. നിസ്സാരമായ കാര്യമല്ല. പിന്നെന്താ? ഇത് നിങ്ങളുടെ ജീവനാണിത് എന്ന് പറഞ്ഞേ. നിങ്ങളുടെ ജീവനാണ് എന്ന് പറ. എന്റെ ജീവനാണിത് പറ. എന്റെ ജീവനാണിത്. അതെന്താറിയാമോ? ഇത് നിസ്സാരമായൊരു കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മൾ ഒത്തിരി അധ്വാനിക്കണം, നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം, ഒരു മിനിറ്റ് പോലും കളയാതെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്ത് മെച്ചപ്പെടണം. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ പിള്ളേരോടൊക്കെ നമ്മളതാ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ, ഇങ്ങനെ ഉഴപ്പി നടക്കാതെ നീ പഠിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ജോലി ചെയ്യ്, രാത്രിയും പകലൊക്കെ ജോലി ചെയ്യ്, എന്നിട്ട് കാശുണ്ടാക്കുക. പക്ഷെ ഗൗരവമുള്ള കാര്യം അതല്ല, നിസ്സാരപ്പെട്ട കാര്യമാണ് അത്. ഗൗരവമുള്ള കാര്യം എന്താ? ഇതാ, ഓരോ വാക്കും ശ്രദ്ധാപൂർവം വായിക്കണം. നിസ്സാരമായ കാര്യമല്ല. എന്തുകൊണ്ടാ അത്? നിങ്ങളുടെ നിങ്ങളുടെ ജീവനാണത്. ജീവൻ.
10 മിനിറ്റ് എനിക്ക് ശ്രദ്ധ തരാമെങ്കിൽ ഞാൻ എന്താണ് ബൈബിളിലെ ജീവൻ എന്ന് പഠിപ്പിച്ചു തരാം. ജീവൻ. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഇനി യോഹന്നാൻ തന്നെ ലേഖനത്തിൽ പറയുന്നു, ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുന്നു. ജീവൻ ഇഷ്ടം പോലെ തവണ ബൈബിളില് പുതിയ നിയമത്തില് ആവർത്തിക്കപ്പെടുന്നൊരു വാക്കാണിത്, ജീവൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാനൊരു അവിശ്വാസിയാണെന്ന് വെക്ക്, ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എന്താണ് ഈ ജീവൻ? ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഒന്നാലോചിക്ക്, എന്താ ഈ ജീവൻ? എന്താ ജീവൻ? ദൈവം തന്റെ ജീവൻ നമുക്ക് തരുകയാണ്. നമ്മൾ പറയുകയാണ്, കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോ ദൈവത്തിന്റെ ജീവൻ എനിക്ക് കിട്ടുകയാണ്. എന്താ അത്? ഞാൻ അറിയാൻ പാടില്ലാത്ത ഒരു അവിശ്വാസി, സന്ദേഹി, ഞാന് സംശയാലു. നിങ്ങൾ എന്നെ എനിക്കൊന്ന് പറഞ്ഞോ, എന്താണ് സിസ്റ്റർമാരൊക്കെ പറഞ്ഞ, എന്താണ് ഈ ജീവൻ? നിങ്ങൾക്കറിയാം, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എന്താണ് ഈ ജീവൻ? അത് വളരെ വളരെ ലളിതമായിട്ട് ഞാൻ പറയാം, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ജീവൻ, ഇവിടെ ഒരു ചെടി ഉണ്ടെന്ന് വിചാരിക്കുക. ചെടി, ഈ ചെടിക്ക് ജീവനുണ്ടോ? ഉത്തരം പറയണം. ഉണ്ടോ? ഉണ്ട്. ഈ ചെടിയുടെ അടുത്ത് ഒരു പട്ടിക്ക് ജീവനുണ്ടോ? ഉണ്ട്. പട്ടിയുടെ അടുത്ത് പോളസന് ജീവനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇതും ജീവൻ, ഇതും ജീവൻ, ഇതും ജീവൻ. ഈ ജീവൻ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? എന്താ വ്യത്യാസം? ചെടിയുടെ ജീവനും പട്ടിയുടെ ജീവനും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഈ ചെടിക്ക് അവിടെ നിന്ന് അനങ്ങാനേ പറ്റൂ, പട്ടിക്ക് ഇവിടുന്ന് ഭക്ഷണശാല വരെ പോകാൻ പറ്റും, ഇറച്ചിക്കട വരെ പോകാൻ പറ്റും, തിരിച്ചും വരാം. മനസ്സിലായോ? പട്ടിക്ക് ജീവനുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ ഉയർന്ന ജീവനാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ചെടിക്ക് ജീവനുണ്ട്, പക്ഷെ ചെടിയുടെ ജീവനേക്കാൾ ഉയർന്ന ജീവനാണ് പട്ടിയുടെ ജീവൻ. സമ്മതിക്കുന്നോ? യെസ്. പട്ടിയുടെ ജീവനേക്കാൾ ഉയർന്ന ജീവനാണ് ആരുടെ ജീവൻ? പോളസന്റെ ജീവൻ, മനുഷ്യന്റെ ജീവൻ. എന്താണ് വ്യത്യാസം? പട്ടിക്കറിയില്ല ഡാനിയലച്ചൻ ധ്യാനഗുരുവാണ്, ആ പോളസൻ അറിയാം. മനസ്സിലായോ? പട്ടിക്കില്ലാത്ത ഒന്ന് പോളസനുണ്ട്. എന്ത്? തിരിച്ചറിവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സസ്യത്തിന്റെ ജീവൻ, ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെ ജീവൻ. ഇനി പട്ടിയുടെ ജീവൻ കുറച്ചുകൂടെ ഉയർന്ന ജീവൻ, മനുഷ്യന്റെ ജീവൻ കുറെ കൂടി ഉയർന്ന ജീവൻ. ഞാൻ ചോദിക്കട്ടെ, ഈശോ പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ചെടിയുടെ ജീവൻ ഉണ്ടാവാനാണോ? അല്ല. പട്ടിയുടെ ജീവൻ ഉണ്ടാവാനാണോ? അല്ല. മനുഷ്യന്റെ ജീവൻ ഉണ്ടാവാനാണോ? അല്ല. പിന്നെന്ത് ജീവൻ ഉണ്ടാവാനാ? അപ്പോ ഈ വെജിറ്റബിൾ ലൈഫിനെക്കാളും ആനിമൽ ലൈഫിനെക്കാളും ഹ്യൂമൻ ലൈഫിനെക്കാളും ഉയർന്ന വേറൊരു ജീവനുണ്ട്. എന്താണ് ആ ജീവൻ? ദൈവത്തിന്റെ ജീവൻ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ പറയുകയാണ്, ഒരു ചെടിയുടെ ജീവിതമല്ല ഒരു പട്ടിയുടെ ജീവിതം, കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു ജീവിതമാണ്. ഒരു പട്ടിയുടെ ജീവിതമല്ല ഒരു മനുഷ്യന്റെ ജീവിതം, കുറച്ചുകൂടെ
ക്വാളിറ്റേറ്റീവ്ലി, ഗുണപരമായി മെച്ചപ്പെട്ട ജീവിതമാണിത്. കർത്താവ് നമ്മളെ വിളിച്ചത് ഒരു മനുഷ്യന്റെ നിലവാരത്തിൽ ജീവിക്കാനല്ല, ദൈവത്തിന്റെ നിലവാരത്തിൽ ജീവിക്കാനാണ്. ആ ജീവിതത്തിന്റെ പേരാണ് ജീവൻ. എല്ലാം മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഇന്ന് നമുക്ക് പട്ടിയുടെ നിലവാരം പോലും പലപ്പോഴും പട്ടി കുറച്ചുകൂടെ വെച്ചാന്ന് ചിലപ്പോ തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ആൺപട്ടിയും തമ്മിൽ കല്യാണം കഴിക്കുവോ? ഇല്ല. ഹലോ, ചെടിയുടെ ജീവൻ, പട്ടിയുടെ ജീവൻ, മനുഷ്യന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. ശ്രദ്ധിക്കണേ, ദൈവം ജീവിക്കുന്നത് പോലെ ഒരു ജീവിതം, ദൈവം ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്ത, ദൈവം കാണുന്നത് പോലെ ഒരു കാഴ്ച, ദൈവം വിധിക്കുന്നത് പോലെ ഒരു വിധി, ദൈവം സ്നേഹിക്കുന്ന പോലെ ഒരു സ്നേഹം, ദൈവം ക്ഷമിച്ചതുപോലെ ഒരു ക്ഷമ, കുറച്ചുകൂടെ ഉയർന്ന ജീവൻ. മനസ്സിലാവുന്നുണ്ടോ? അത് തരാനാണ് ആര് വന്നത്? യേശു വന്നത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് പറയുന്നത്, അത് ഈ ജ്ഞാനത്തിൽ നിന്നേ അത് കിട്ടൂ. ആ ഉയർന്ന ജീവിതം നയിക്കാൻ ജ്ഞാനത്തിൽ നിന്നേ സാധിക്കൂ. അതിനായി പറയുന്നത്, ഇതിലെ ഓരോ വാക്കും ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ജീവനാണത്. നിങ്ങൾക്ക് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ഉയർന്ന ദൈവിക ജീവിത നിലവാരം, ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ ജ്ഞാനം നിറയാൻ വിശുദ്ധ ലിഖിതത്തിലെ ഓരോ വാക്കും ശ്രദ്ധയോടെ വായിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെന്നറിയാമോ? ഇന്ന് ഈ ദൈവം ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന എപ്പോഴും മനുഷ്യന്റെ ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മിക്കവാറും ചിന്തകളെല്ലാം തന്നെ മനുഷ്യന്റെ ചിന്തയുടെ നിലവാരമാണ്. എഴുതി നിൽക്കാവോ? കർത്താവിനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്. ഇതിനെ പുതിയ നിയമത്തിൽ ഈ വിഷയത്തെ സമീപിക്കുന്നത് അപ്പോസ്തലന്മാർ അതിന് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇങ്ങനെ നമ്മൾ ദൈവികമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുന്നത് ഈ കാഴ്ചപ്പാടിലാണ്, ഈ ശരിയായ അറിവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ, ബോധ്യങ്ങളിലൂടെയാണ് മാറ്റം വരുന്നത്. അങ്ങനെയാണ് ഈ അപ്പോസ്തലന്മാര് ഈ കാര്യത്തെ കണ്ടത്. ഞാൻ 1-2 വചനങ്ങൾ വായിച്ച് നമുക്കത് വിശദീകരിക്കാൻ ശ്രമിക്കാം. റോമാലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായം, റോമാലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, 17-18 റോമർ 6:17-18 വായിക്കാമോ? ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും, ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നീതിയുടെ അടിമകളായി മാറി. ഇതുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അത് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത് എങ്ങനെയാണ്? അതിനുള്ള വഴി എങ്ങനെയാണ്? എന്താന്ന് പൗലോസ് പറയുന്ന 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിൽ എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മോചിതരായത്? എങ്ങനെയാണ്? നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം. ഇത് കണ്ടോ? ബോഡി ഓഫ് ടീച്ചിങ്, അവബോധം, പഠനം, അറിവ്, സുവിശേഷം, കാഴ്ചപ്പാട്. അങ്ങനെയാണ് പാപത്തിൽ നിന്ന്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ വടിയും കൊണ്ട് നിന്നിട്ട് നന്നാവ് നിന്റെ തീരുമാനം എടുക്ക് നീ തീരുമാനം എടുക്ക്. തീരുമാനത്തിനൊന്നും ആയുസില്ലെന്ന് ജനുവരി 1 എടുത്ത തീരുമാനം ജനുവരി 4 തെറ്റിയപ്പോൾ നമുക്ക് നല്ലതായിട്ട് മനസ്സിലായതാണ്.
തീരുമാനം എടുക്കാനൊന്നും വലിയ ആയുസൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തീരുമാനം എടുത്ത് മനുഷ്യന് 1-2 കാര്യങ്ങളിൽ ഭേദഗതി വരുത്താൻ പറ്റും. അടിമുടി ഒരു ജീവിതം മാറണമെങ്കിൽ തീരുമാനം കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. അതിന് അപ്പസ്തോല സഭ കൃത്യമായ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയാണ് ഈ പ്രബോധനം സ്വീകരിക്കണം. പ്രബോധനം അകത്ത് കാരണം അകത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇനി എന്നെ ശ്രദ്ധിച്ച്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരു പ്രബോധനം ഹൃദയപൂർവം സ്വീകരിക്കുമ്പോഴാണ്. ഇതിന് ഒരു ഇണവചനമെന്ന് പറയാൻ കഴിയുന്ന ഒരു വചനം എബ്രായ ലേഖനത്തിലുണ്ട്. എബ്രായ ലേഖനത്തില് കാണുന്നില്ല, പിന്നെ പറയാം. മെമ്മറി ഈസ് ഗെറ്റിംഗ് വേഴ്സ്. ഓക്കെ, അപ്പോ കാണുമ്പോൾ പറയാം. അതായത് ഇതിനോട് ചേർന്ന് പറയാവുന്ന ഒരു വചനം എബ്രായ ലേഖനത്തിലുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ഒരിക്കല് കർത്താവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധനം ഏറ്റെടുത്ത് പാപത്തിൽ നിന്ന് മോചിതരായതിനു ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് പോയാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് ലേഖനത്തിലല്ല, വായിച്ചോ. 2 പത്രോസ് 2-ാം അധ്യായം, എനിക്ക് തെറ്റിയതാണ്, എബ്രായ ലേഖനത്തിലല്ല, 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഉറക്കെ വായിച്ചോ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം, വളരെ മനസ്സിരുത്തി വായിക്കണം. എന്നോട് വായിച്ച്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. എങ്ങനെയാണ് അവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്? ലോകത്തിന്റെ മാലിന്യത്തിൽ നിന്ന് പുറത്തു കടന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം, ജ്ഞാനം, ദൈവികമായ പ്രബോധനം സ്വീകരിച്ചപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടായത്. ഇതാണ് അപ്പോസ്തലന്മാർ പറയുന്ന ഒരു പാറ്റേൺ. അപ്പൊ ഇത് ശ്രദ്ധിക്കാമോ? ഇത് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ചരിത്രമാണെങ്കിൽ, പാപത്തിൽ നിന്നൊരാൾ മോചിതനായത് പ്രബോധനം സ്വീകരിച്ചാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമാതാപിതാക്കന്മാര് പാപത്തിലേക്ക് വീണത് വീണത് പിശാച് വന്ന്, സാത്താൻ വന്ന് ഒരു തെറ്റായ പ്രബോധനം, ഒരു തെറ്റായ അറിവ് പറഞ്ഞു കൊടുത്തപ്പോഴാണ്. ആദിമാതാപിതാക്കന്മാര് പാപത്തിൽ വീണത് തെറ്റായ അറിവ്. ആ തെറ്റായ അറിവിൽ നിന്ന് അവർ ദൈവത്തെ അവിശ്വസിച്ചു. അവിശ്വാസം, ആ അവിശ്വാസത്തിൽ നിന്ന് അവർ പഴം പറിച്ചു നിന്നു. അനുസരണക്കേട്. ഇതാണ് ആ പ്രോസസ്സ്. തെറ്റായ പ്രബോധനം, അവിശ്വാസം, അനുസരണക്കേട്. ഇതാണ് ആ ഉൽപ്പത്തിയിലെ സൈക്കിൾ. ഇതിന്റെ റിവേഴ്സലാണ് പുതിയ നിയമം. ശരിയായ അറിവ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം നിങ്ങൾ ശരിയായ പ്രബോധനം സ്വീകരിച്ച്, അപ്പൊ എന്തുണ്ടായി? ഈ ശരിയായ അറിവിൽ നിന്ന് എന്തുണ്ടായി? വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസത്തിൽ നിന്ന് അനുസരണം ഉണ്ടായി. തീരുമാനത്തിൽ നിന്നല്ല. ഈ വ്യത്യാസം ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും നമ്മൾ തലയെ കെട്ടി വെച്ചിരിക്കുന്നതല്ലേ, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തീരുമാനം എടുത്താണ് നന്നാവുന്നതെന്നല്ല, വിശ്വാസത്തിലൂടെയാണ്. ഇത് വേറൊരു പ്രോസസ്സാണത്. അനുസരണം ഉണ്ടാവുന്നത് ശരിയായ പ്രബോധനം, അതിൽ നിന്ന് ഒരാൾക്ക്
വിശ്വാസം ഉണ്ടാകുന്നു. വിശ്വാസത്തിൽ നിന്ന് അനുസരണം ഉണ്ടാകുന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് റോമാലേഖനം തുടങ്ങുമ്പോഴും തീരുമ്പോഴും അപ്പോസ്തലൻ ഈ ആശയം 2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് 2 വാക്യങ്ങളൊന്ന് വായിക്കാം. അതായത് അനുസരണം ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസത്തിൽ നിന്ന് വായിക്കാം. റോമർ 1-1 അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. റോമർ 1 വാക്യം 2. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. സുവിശേഷം അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും, പുറകെ വായിക്കാമോ, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. 5-ാമത്തെ വാക്യം ഒന്ന് മനസ്സിരുത്തി വായിച്ച്, അവന്റെ നാമത്തെ പ്രതി. ആ ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രയോഗം, വിശ്വാസത്തിന്റെ വിധേയത്വം. വിധേയത്വം, അനുസരണം, ഒബീഡിയൻസ് ഉണ്ടാവുന്നത് എവിടുന്നാ? വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസത്തിന്റെ വിധേയത്വം. ഇനി ഈ ലേഖനം തീരുമ്പോ വീണ്ടും പറയുന്നത് വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 25-26 പുറകെ വായിക്കാം. എന്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. പുറകെ വായിക്കാമോ? 26. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് സകല ജനപദങ്ങളോടും ഈ സുവിശേഷം അറിയിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വസിച്ച് അനുസരിക്കാനാണ്. അപ്പൊ അനുസരണം ഉണ്ടാവുന്നത് എവിടുന്നാ? നമ്മള് ബലം പിടിച്ചിട്ടല്ല. മനസ്സിലാവുന്നോ? നമ്മള് ഇങ്ങനെ വടിയും കൊണ്ട് നിന്ന് അനുസരിപ്പിക്കണമെന്നാണ് നമ്മൾ ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനല്ല ഇത് ഉണ്ടാവുന്നത്. ഇത് വെളിയിൽ നിന്ന് ഒരാള് ആനയുടെ കാലിൽ തൊട്ടി വെക്കുമ്പോ ആന മെരുങ്ങുന്ന പോലെ മെരുങ്ങുന്നതല്ല. ഇത് അകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സമർപ്പണമാണ്. അത് വരുന്നത് തീരുമാനത്തിൽ നിന്നല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസത്തിൽ നിന്ന്. ആ വിശ്വാസം എവിടെ നിന്ന് ഉണ്ടാകുന്നത്? ശരിയായ അറിവിൽ നിന്ന്. അതാണ് പ്രോസസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കണോ? ഒറ്റ വഴിയേ ഉള്ളൂ. വിശ്വാസം വർദ്ധിക്കണോ? 3 വഴിയുണ്ട് ബൈബിള് പറയാൻ. 3 വഴി. 1, ചോദിക്കുക ദൈവത്തോട്. 2, വിശ്വാസമുള്ളവരോടുകൂടി സഹവർത്തിക്കുക, സമ്പർക്കം. 3, റോമർ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും. എന്തെങ്കിലും കേട്ടാൽ പോരാ. മോശയെ കുറിച്ച് കേട്ടാൽ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ദാവീദിനെ കുറിച്ച് കേട്ടാലും വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ദാനിയേലിനെ കുറിച്ച് കേട്ടാലും വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ആരെ കേൾക്കണം? യേശുവിനെ കേൾക്കണം. യേശുവിനെ കുറിച്ച് കേൾക്കണം. യേശുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്ന് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഈ വിശ്വാസം ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവിലൂടെയാണ്. ആ അറിവിലൂടെയാണ് അനുസരണം ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇത് നിസ്സാരമല്ല. ഒരു ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലെത്തണമെങ്കിൽ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ പ്രബോധനം ശരിയായി മനസ്സിലാക്കണം. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് അതിൽ നിന്നാണ് സമർപ്പണം, അനുസരണം, വിധേയത്വം, നല്ല ജീവിതം ഉണ്ടാവുന്നത്. മനസ്സിലായോ? മൊറാലിറ്റി ഉണ്ടാവുന്നത് തിയോളജിയിൽ നിന്നാണ്, ദൈവശാസ്ത്രത്തിൽ നിന്നാണ് ധാർമ്മികത ഉണ്ടാവുന്നത്, പ്രബോധനത്തിൽ നിന്നാണ് ധാർമ്മികത ഉണ്ടാവുന്നത്, അല്ലാതെ വിരട്ടിയിട്ടല്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ വേറെ എന്തെല്ലാം ചെയ്താലും ഉണ്ടാവില്ല. വചനം ആഴത്തിൽ കയറണം. മനസ്സിലാവുന്നോ? അതേ ഉള്ളു വഴി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതില്ല ഹോംവർക്ക് നന്നായിരുന്നു. ആരോടാണാവോ
എന്ത് വായിക്കാനാ പറഞ്ഞേ? റോമ മുതൽ യൂദ വരെ. കേട്ടായിരുന്നോ? വായിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ വായിച്ചു. എന്തുണ്ടാവുമെന്നറിയാമോ? വിശ്വാസം ഉണ്ടാവും. പ്രബോധനം അങ്ങനെ അങ്ങോട്ട് കയറി സജീവമാവുമ്പോ വിശ്വാസം ഉണ്ടാവും. വിശ്വാസത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ വരുമ്പോ ഉള്ളിങ്ങനെ പുറകോട്ട് പിടിക്കും. നോ 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 നോ, ഇത് ക്രിസ്തുവിന് ചേർന്ന ജീവിതമല്ല. സമൂഹത്തെ പേടിച്ചിട്ടല്ല, പിടിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടല്ല, ആരെങ്കിലും വടിയും കൊണ്ട് നിൽക്കുന്നുണ്ടല്ല, വരട്ടുന്നുണ്ടല്ല, മറിച്ച് അകത്തു നിന്നൊരു സാധനം വരാൻ തുടങ്ങും. വിശ്വാസത്തിന്റെ അനുസരണം. അപ്പൊ അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കാൻ, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് വളരെ 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 ഗൗരവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ലേഖനമാണ് പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം. പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം അതൊന്ന് എടുക്കുക. അടുത്തോ? പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം, അത് 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുകയാണ്. 1-ാമത്തെ അധ്യായം മുതൽ അതിനകത്ത് ചില വാക്യങ്ങൾ, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം, അറിവ്, പരിജ്ഞാനം മൂലം നിങ്ങളിൽ എന്തുണ്ടാവും? കൃപയും സമാധാനം. മനസ്സിലാവുന്നുണ്ടോ? കൃപ ഉണ്ടാവുന്നത് എങ്ങനെ? പറ, എങ്ങനെ? ദൈവത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം, അറിവ്, അതുകൊണ്ട് കൃപയുണ്ടാവൂ. വായിക്കാം. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും. ഇനി 3-ാമത്തെ വാക്യം, തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. കണ്ടോ ആ വാക്ക്? കണ്ടോ? യേശുക്രിസ്തുവിനെ നമ്മളെ നമ്മുടെ മഹത്വത്തിലേക്കും ഉയർന്ന ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ എന്ത് കിട്ടും? നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോസ്തലന്മാര് വളരെ ഹൃദയം വെച്ച് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു സത്യമാണിത്. അതായത് നമുക്ക് ഒരു ദൈവജനത, ഒരു ജനം കേറി വരണമെങ്കിൽ പ്രബോധനം ശക്തമാവണം. എന്തെങ്കിലും അറിഞ്ഞാൽ പോരാ, എന്തറിയണം? ദൈവത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്, യേശുവിനെ കുറിച്ചുള്ള അറിവ്. ഇത് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഇത് കിട്ടുന്നത് പ്രഥമമായും പ്രധാനമായും ദൈവവചനത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും എല്ലാ ദിവസവും ദാനിയേല് സിംഹക്കുഴി വീണതും പിന്നെ ദാവീദിന് ഗോലിയാത്തിനെ എറിഞ്ഞിട്ടതും പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം? ഇത് വായിക്കണമായിരുന്നു. അപ്പോസ്തലന്മാർ എന്താ പഠിപ്പിച്ച യേശുവിനെ കുറിച്ച് അത് വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അപ്പോസ്തലന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് 1 കൊരിന്തോസ് 2:2 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കോരിന്തിലെത്തിയപ്പോ. 1 കൊരിന്തോസ് 2:2 അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്തൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ഒരാൾ പറയാണ് 30 വർഷം കർത്താവിന് വേണ്ടി രാപകലില്ലാതെ ഓടി നടന്നൊരു മനുഷ്യനെ കോരിന്തിൽ വന്ന് കാലുകുത്തിയപ്പോ പറയുകയാണ്, ഞാന് ഇവിടെ വന്ന് കാലുകുത്തി. നിങ്ങൾക്കറിയോ, 3000 പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്ന തെരുവാണ് ഈ പറയുന്ന കോരിന്ത്. 3000-ലധികം തെരുവ് വേശ്യകൾ ഉണ്ടായിരുന്ന തെരുവുകൾ, അതാണ് കോരിന്ത്. അത്രയും അധാർമികത, തിന്മ, ഭയാനകമായ പാപത്തിന്റെ ആധിക്യം ആ സ്ഥലത്ത് നിന്ന് കാലുകുത്തിയപ്പോ അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു സംരക്ഷണ വലയം എനിക്കും എന്റെ ദൈവമക്കൾക്ക് ചുറ്റും തീർക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ വന്ന് കാലുകുത്തിയപ്പോ മുതൽ ഒരു കാര്യം തീരുമാനിച്ചുള്ളൂ, ഞാൻ
ഒരു കാര്യത്തിൽ എന്റെ മനസ്സ് വെക്കാൻ പോവാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതലയവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. വേറൊന്നിനെ കുറിച്ചും. മനസ്സിലായോ? അടുത്ത ഗവൺമെന്റ് ആരാ ഭരിക്കാൻ പോണ, പഞ്ചായത്ത് ഇലക്ഷൻ ആര് ജയിക്കും, ട്രംപ് മാറുമോ, ഇനി മധ്യപൂർവേഷ്യയിലെ സമാധാന അന്തരീക്ഷം തകരുമോ, ഇനി എന്താണ് 666 ഇവിടെ കുത്തിവെക്കപ്പെടുമോ, അതൊന്നും അറിയേണ്ടതില്ല ഞാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും അറിയണ്ട. എനിക്ക് ഒരു കാര്യം അറിയാം, എന്താണ് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. ഞാൻ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെ? കർത്താവ് ഇന്ന് വന്നാലും നാളെ വന്നാലും മറ്റന്നാൾ വന്നാലും 50 കൊല്ലം കഴിഞ്ഞ് വന്നാലും ഞാൻ നിത്യതയിലെത്തുമോ? എനിക്ക് ജീവൻ ഉണ്ടാകുമോ? ഇന്നിപ്പൊ ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവോ? യേശുക്രിസ്തുവിനെ കുറിച്ച് വേറൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾ നനച്ചോക്ക്, ഒരായുസ് നമ്മൾ ചെലവഴിക്കുമ്പോ അറിയണ്ടാത്ത എത്രയോ കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നതും അറിയേണ്ടത് അറിയാതെ പോകുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, അപ്പോസ്തലൻ പറയാണ്, 2 പത്രോസ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, അദ്ദേഹം പറയാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, നമ്മളെ വിളിച്ച ഔന്നത്യത്തിലേക്കും മഹത്വത്തിലേക്കും വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം 8, 2 പത്രോസ് 1:8, ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനമില്ലാത്തവരും ഫലരഹിതരും ആകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. മനസ്സിലായോ? തോറ്റുപോകത്തില്ലെന്ന് ഈ ജീവിതത്തിൽ. ഈ ജീവിതം ഒരു വമ്പൻ പരാജയമായിരുന്നു എന്ന് ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ, അപരാഹ്നങ്ങളിൽ, അന്തികളിൽ കുത്തിയിരുന്ന് നെടുവീർപ്പും വേവലാതിയും ഇട്ട് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിക്കേണ്ട ഗതികേട് വരുത്തില്ലെന്ന് കഥ പറയാണ്. ജീവിതം മീനിങ്ഫുൾ ആയിട്ട് മാറും. ഓരോ നിമിഷവും ജീവിച്ചതിന്റെ ആസ്വാദ്യതയും തൃപ്തിയും സംതൃപ്തിയും ആത്മീയ സമ്പന്നതയും സമൃദ്ധിയും മനസ്സിലുണ്ടാവും. എന്തറിഞ്ഞാൽ ഈ ലോകത്ത് ആവശ്യമില്ലാത്ത ചപ്പും ചവറും അറിയുന്നതിന് പകരം എന്തറിഞ്ഞാൽ യേശുവിനെ കുറിച്ച് spend your time with the scripture and be blessed. സമയം ചെലവഴിക്ക് കർത്താവിന്റെ വചനമായിട്ട്. താഴെ വെക്കരുത് ബൈബിള്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങൾ അടുത്ത സെക്കൻഡിൽ ഡീവിയേറ്റഡ് ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ശ്രദ്ധ പോകരുത്. ഇപ്പൊ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ ഉറച്ച് ഈശോ ദൈവം എന്താണോ, കർത്താവ് എന്താണ് വെളിപ്പെടുത്തി തന്നത് അത് ഗൗരവമായിട്ട് എടുക്കണം. ഓക്കെ, അടുത്ത വാക്യം വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നമ്മൾ നേരത്തെ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കാം. 2 പത്രോസ് 2:20, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം 3:18 അപ്പോസ്തലൻ ഒരു ആശംസ പറയുകയാണ്. 3:18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ആരുടെ ആശംസയാണിത്? ഇത് ആദ്യത്തെ മാർപ്പാപ്പ ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങള് കർത്താവിൻ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും വളരണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. പൗലോസ് അപ്പോസ്തലൻ ഈ അറിവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ചില വാചകങ്ങൾ നമുക്ക് വായിക്കാം. 1 മുതൽ വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ മനസ്സിരുത്തി വായിച്ചു പോവാം. എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ ഒരു കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. 4-ാമത്തെ വാക്യം, എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവൻ, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, എബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ,
എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, ഉറക്ക വായിക്കാമോ? ഇവ മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം. കണ്ടോ ആ വാക്ക് കണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. പറഞ്ഞേ ഹല്ലേലൂയ. പത്താമത്തെ വാക്യം, അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. കേട്ടോ, അപ്പോസ്തലന്മാരെല്ലാം മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരണം. അതിന് ദൈവവചനത്തിൽ ശ്രദ്ധ വെക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. എന്താണ് ഈ അറിവിന്റെ പ്രത്യേകത? യോഹന്നാൻ 17:3 ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 17:3 വായിക്കാമോ? ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മനസ്സിലാകുന്നുണ്ടോ? ജീവൻ വരുന്നത് എവിടുന്നാണ്? ഇത് ശരിയായ അറിവിലൂടെയാണ്. അപ്പൊ ഞാനിന്ന് പറയാനായിട്ട് പരിശ്രമിച്ചത് ഇതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ പരിജ്ഞാനം കൊണ്ട് നിറയണം. കൊളോസോസ് ലേഖനത്തില് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൊളോസോസ് ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കൊളോസോസ് 3:5 മുതൽ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, നന്മയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. ഉറക്കെ വായിക്കാമോ? പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ എങ്ങനെ വരുന്നേ? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. ഇത് നമ്മളിരുന്ന് ഇങ്ങനെ തപ്പിയാൽ ഒരു 100 വാക്യം ഇനിയും കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ പലയിടങ്ങളിലായി അപ്പോസ്തലന്മാര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മൾ ദൈവകൃപയിലും ദൈവിക ജീവനിലും ദൈവിക ജ്ഞാനത്തിലും എല്ലാം വളരണം. അങ്ങനെ വളരണമെങ്കിൽ, ദൈവകൃപയിലും വിശുദ്ധിയിലും നമ്മൾ വളരണമെങ്കിൽ, ജീവനിൽ വളരണമെങ്കിൽ അതിന് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ആ പരിജ്ഞാനത്തിൽ വളരണം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് നമ്മുടെ ആരാധന സജീവമായി അർപ്പിക്കാൻ പറ്റണമെങ്കിൽ ഈ ജ്ഞാനത്തിൽ മാത്രമേ അത് സാധിക്കൂ. അല്ലെങ്കിൽ അത് ഈശോ പറഞ്ഞ പോലെ അറിവില്ലാത്തവന്റെ, അറിയാത്തതിനെ ആരാധിക്കുന്നവരുടെ ആരാധനയായിട്ട് മാറും. ഞാൻ വേണേ ഇറങ്ങി നടന്ന് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നില്ല, വേണേ ചോദിക്കാം. എന്തെന്നറിയാം? നമ്മുടെ പുസ്തകത്തിലെ ഓരോ പ്രാർത്ഥന എടുത്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങി നടന്നിട്ട് റാൻഡമായിട്ട് ചോദിക്കാം, എന്നാ ചേച്ചി ഇതിന്റെ അർത്ഥമെന്ന്, എന്നാ ചേട്ടാ ഇതിന്റെ അർത്ഥമെന്ന്. എനിക്ക് 100% ഉറപ്പുണ്ട് 90% ഓഫ് ആളുകളും അറിയത്തില്ല എന്ന് പറയും. ഞാൻ കാടടച്ച് പറയുന്നതല്ല, ഉറപ്പാ. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. വല്ല ചലഞ്ചും ഉണ്ടെങ്കിൽ നാളെ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങി നടന്ന് ചോദിക്കാം. പറയത്തില്ല, എനിക്ക് ഉറപ്പാണ്. എന്തെന്നറിയാം? ജന്മത്ത് നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. എന്താ ഇതിന്റെ അർത്ഥമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത എന്താ? ഇതറിയാൻ നമുക്ക് ഇഷ്ടമില്ല, ചോദിച്ചിട്ടില്ല. നമ്മളിങ്ങനെ സമരിയാക്കാരോട് ഈശോ പറഞ്ഞ പോലെ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കണം. അറിയാത്തതിനെ ആരാധിക്കണം. ആരെങ്കിലും വികാരിച്ചമാര് ഒരു എഫർട്ട് എടുത്ത് വല്ല പള്ളിയിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കും.
ഇതൊരു സഭയുടെ കാര്യമല്ല. ഞാൻ സിറോ മലബാറിൽ പോകുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, അവർ ചിരിച്ചുകൊണ്ടിരിക്കും. എന്തെന്നറിയാമോ? നമ്മൾ അതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടേ ഇല്ല. ഇതെനിക്ക് അറിയണം. അറിവുള്ളവന്റെ ആരാധനയുടെ നിലവാരം വേറെയാണ്. അവന് ചങ്ക് പൊടിയാതെ ആരാധിക്കാൻ പറ്റില്ല, പ്രാർത്ഥന ചൊല്ലാൻ പറ്റില്ല. കാരണം അവനറിയാം, ഉള്ളറിവുണ്ട് ഇതെന്നാ ഈ പ്രാർത്ഥിക്കുന്നത്. പെടയും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. എന്തെന്നറിയാം, അച്ഛൻ ഈ ഓരോ കുർബാനയിലും പരിശുദ്ധ കുർബാനയുടെ രഹസ്യ ശുശ്രൂഷയുടെ സമയത്ത്, ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് അച്ഛന്മാര് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നുകൊണ്ട് ആ പ്രാർത്ഥന ഇതാണ്: സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവൻ, പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവം, എൻ്റെ ആത്മീയ കരങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ സകല പ്രമാണ ലംഘനങ്ങൾക്ക് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും അവിഹിത വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന് എൻ്റെ ചെവികളെയും നിന്ദ്യപ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നീ കാത്തുകൊള്ളണം. അങ്ങനെ ഞാൻ പൂർണ്ണമായി നിന്റേതാകാനും നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നൽവരം നിന്നിൽ നിന്ന് പ്രാപിക്കാനും എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. കർത്താവേ, ഞാൻ നിന്നെ കുറിച്ചുള്ള അറിവിൽ, നിന്റെ ദൈവിക രഹസ്യങ്ങളിൽ, ദൈവിക ജ്ഞാനത്തിൽ വളരാൻ എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. മേക്ക് മൈ ഇന്നർ സെൻസസ് ആക്റ്റീവ്. എൻ്റെ അകത്ത് ഒരു ജ്ഞാനം തുറന്നു തരണേ, നിന്നെ അറിയാം. ഇതാണ് എഫേസ്യസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇതെന്നും പ്രാർത്ഥിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവരെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തുറന്നു തന്നുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ എന്നെ വളർത്തണമേ. നെയ്ച്ചു പറയാമോ? ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവനെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങളടിച്ച് ആയിരിക്കുന്നോനും വരുവാനേപ്പോനും സർവശക്തൻ നിത്യനുമായ ദിവ്യനാടേ, നീ മാത്രം. ക്രിസ്തുവിനെ ആരാധിക്കുന്ന മണിക്കൂറുകളിലും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ദേശത്തിന്റെ നേര് ദൈവം അയക്കുന്ന നിമിഷങ്ങളാണ്. ശക്തമായിട്ട് അധരം തുറന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രമായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രമായ ക്രിസ്തു വിളിച്ചാരാധിച്ച മക്കളെ, യേശുവേ